കാലവർഷം എത്തിയതോടെ തലസ്ഥാന നഗരം വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ആമയിഴഞ്ചാൻ തോട്ടിലടക്കം മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയതോടെ വെള്ളക്കെട്ടിലാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികളും കച്ചവടക്കാരും. ഒപ്പം ആമയിഴഞ്ചാൻ തോടിന് ഇരുവശവും താമസിക്കുന്നവർ പകർച്ചവ്യാധി ഭീഷണിയിലുമാണ്. സംസ്ഥാനത്ത് കാലവർഷം എത്തിയിട്ടും തലസ്ഥാനത്തടക്കം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലവത്തായിട്ടില്ല. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലടക്കം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. കോർപ്പറേഷൻ കൃത്യമായ ഇടവേളകളിൽ തോട് വൃത്തിയാക്കുന്നുണ്ടെങ്കിലും പലയിടത്തു നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളാണ് തോടിനെ മലിനമാക്കുന്നത്. ഇവിടെ ഇപ്പം വലുതായിട്ട് വേസ്റ്റ് ഒന്നും ഇവിടെ ആരും കൊണ്ട് തട്ടുന്നില്ല. ഇത് വെളിയിൽ നിന്ന് വഴി വരുന്ന വേസ്റ്റാണ്. അത് അവരിപ്പം കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇത് മാസം തോറും വന്ന് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വെളിയിൽ നിന്ന് ഔട്ട്സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇത് വന്ന് അവർ മാസം ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. മറ്റുള്ള അലിഗേഷൻ ഒന്നും ഇവിടെ ഇപ്പം ഇല്ല. കൃത്യമായ ഇടവേളകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് കോർപ്പറേഷൻ അവകാശപ്പെടുമ്പോഴും പലയിടത്തും ശുചീകരണം നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ആൾക്കാർ എറിയുന്നുണ്ട്, അത് ഉറപ്പാണ്. വേസ്റ്റ് വരുന്നത് നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് പോയിട്ട് റെയിൽവേയുടെ അടിയിലോട്ട് അടിയുന്നുണ്ട്. അപ്പോൾ മഴ വരുമ്പോൾ വെള്ളം പോകാൻ ഫോഴ്സ് കുറവാണ്. അപ്പോൾ ഈ വെള്ളം ഇവിടുന്ന് ചാടി നമ്മുടെ വീട്ടിലോട്ട് കയറുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവരിപ്പോൾ ഗ്രില്ലും വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം പോകുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളാണ് ആമയിഴഞ്ചാൻ തോട്ടിലെത്തുന്നത്. ഈ മാലിന്യങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. വെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ലാത്തതോടെ ഒറ്റമഴയ്ക്ക് വീടുകളടക്കം മലിനജലത്തിലാകും. ഇതിന് പരിഹാരം കാണാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. വെള്ളക്കെട്ടിനൊപ്പം പകർച്ചവ്യാധിക്കും ഇത് ഇടയാക്കുന്നുണ്ട്. ഇവർ വീട്ടുകളിൽ നിന്ന് അത്ര എടുത്തോണ്ട് പോകണ ചവറ് അവിടെ കൊണ്ടുവന്ന് 9 മണിയാവുമ്പോൾ അവിടെ തട്ടും. അതിങ്ങ് ഒലിച്ചു വരും. അത് ഈ സാരി ഇതൊക്കെ വന്ന് കെട്ടിക്കിടന്ന് ചിലപ്പം ഈ വേസ്റ്റൊക്കെ വന്ന് നാറും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. കൊതു കിടക്കാൻ പറ്റില്ല. വെള്ളം കയറും. ഇതാണ്ടേ കണ്ടില്ലേ, ഇവിടെ കൂടെ ഇതുവരെ വരും, നിറഞ്ഞു വരും. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിന് ഒരിക്കൽ നമുക്ക് കൊടുക്കേണ്ടി വന്ന വില ഒരു ശുചീകരണ തൊഴിലാളിയുടെ ജീവനായിരുന്നു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ കണ്ണീരായിരുന്നു. ഭരണകൂടത്തിനൊപ്പം പൊതുജനങ്ങളും കൈകൊടുത്താൽ മാത്രമേ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകൂ. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര, അമൃത ന്യൂസ്, തിരുവനന്തപുരം.